ഈ വർഷത്തെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ അവസാനത്തെ പ്രാർത്ഥനാ യോഗം പൂയപ്പള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം പാട്ടിലൂടെ മാത്രമേ ഇവർ ഉത്തരം പറയൂ. നമുക്ക് ഈ മീറ്റിംഗിലേക്കൊന്ന് എത്തി നോക്കിയാലോ? അതെ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഓ, എന്റെ മറിയാമ്മ ചാടത്തി, ആ സാരിയൊക്കെ പിന്നെ അങ്ങോട്ട് കാണിക്ക്. ശ്രദ്ധിച്ചേ. ആ, ഡിസംബർ 30-നാണ് ക്രിസ്മസ് പ്രോഗ്രാം. നമ്മുടെ വക എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തേ പറ്റൂ എന്ന് അച്ഛന് വല്ലാത്ത നിർബന്ധം. അതുകൊണ്ട് അച്ഛൻ വരുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അതിപ്പോ പ്രത്യേകിച്ച് ആലോചിക്കാനാ, നമുക്കൊരു പാട്ടങ്ങ് പാടാം. അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. അതെ, അച്ഛൻ അപ്പോഴേ പറഞ്ഞതാ, എപ്പോഴത്തെയും പോലെ പാട്ട് എന്ന് പറഞ്ഞോണ്ട് വന്നേക്കല്ലെന്ന്. അന്നാ പിന്നെ നമുക്കൊരു ഡാൻസ് അങ്ങ് കളിച്ചാലോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, ഈ നടുവേദന കൊണ്ട് ഇരിക്കാനും വയ്യ, നിക്കാനും വയ്യ. എന്റെ അന്നാമ ചേട്ടത്തി, ആ പിള്ളേരെ വിളിച്ചോണ്ട് ഹോളി ക്രൂസിലെങ്ങാനും പോയി ഒന്ന് കാണിച്ചൂടെ? ആകാശമേകിക ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആ, അത് പറഞ്ഞപ്പോഴാ വത്സമ്മാമോ, അച്ഛാ ഈ മുടിയൊക്കെ ഡൈ അടിച്ചങ്ങ് കറുപ്പിച്ചല്ലോ. എന്നതാ സംഭവം? അത് ഞാൻ പറഞ്ഞിട്ടാ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. മറിയാമ്മ ചേട്ടത്തി, പുതിയ വരുമ്പോൾ എന്നാ പറയുന്നു? നല്ല പോർപ്പൊരുതും ഞാൻ എൻ ക്രിസ്തു നാമത്തിൽ, നല്ല പോർപ്പൊരുതും ഞാൻ എൻ ക്രിസ്തു നാമത്തിൽ. ചേട്ടത്തിയുടെ അമ്മായിമ്മയ്ക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും പറയാനുള്ള. എന്താ സെക്രട്ടറി, ട്രഷററിനെ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. കണക്കൊക്കെ അങ്ങ് തലയ്ക്ക് പിടിച്ചിരിക്കുവാണോ? ഓ, എന്നാ പറയാനാ, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവു പോരായി, എണ്ണിത്തീർത്തിടാൻ അവൻ ചെയ്തത്. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശോ വിളിച്ചിടുന്നു. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശോ വിളിച്ചിടുന്നു. നിങ്ങൾക്കൊക്കെ ഇവിടെ പാട്ടും പാടി അങ്ങ് ഇരുന്നാ മതിയല്ലോ. ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഈ ബദ്ധപ്പാട് അതെനിക്കേ അറിയൂ. എന്താ ഇന്ന് ലേറ്റായേ? എന്റെ ഇടിയേ, വീട്ടിലൊരു സാധനവും ഇല്ലായിരുന്നു. പിന്നെ ഞായറാഴ്ച രാവിലെ ആവുമ്പോ കടയിലൊക്കെ കുറച്ച് തിരക്ക് കുറവാണല്ലോ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ ഇന്നും ആനന്ദമുണ്ടെനിക്ക്. നല്ല മഴക്കോളുണ്ടല്ലോ. അമ്മാമ്മ എങ്ങനെയാ വീട്ടിൽ പോന്നേ? അച്ഛൻ വരുമോ? കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും നേരമെൻ്റെ ചാരയുണ്ട് നാഥനെന്നും വല്ലഭനായി. ശരിയാ, ഒന്ന് വിളിച്ചു നോക്കട്ടെ.
ഈ സബ്സ്ക്രൈബർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും. അച്ചായ വിളിക്കാൻ വരത്തില്ലേ? വന്നേക്കാം. വെക്കുന്നതിന് മുമ്പ് ആ ചോറ് വാർത്തല്ലോ അല്ലേ? വാർത്തയിടുന്നു 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 ഞാൻ. ആ ശരി ശരി. അച്ഛനും കൊച്ചനും കാണുന്നില്ലല്ലോ, എന്തിയേ? എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളങ്ങൾ മുഴങ്ങിടാറായി, സോദരരെ ഉണർന്നിടുവിൻ, ഉയർത്തിടാം ജയകൊടികൾ. ദേ അച്ഛൻ വരുന്നു. സംസാരിച്ചിരുന്ന ഒരു തീരുമാനവും ആയില്ല. എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്മസ് കാലം ആകുമ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് വരുന്നത് തന്നെയാ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം. ഈ ക്രിസ്മസ് കാലവും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒത്തൊരുമയുടെയും നല്ല ഒരു കാലമായി തീരട്ടെ. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവേ അറിയും. ദൈവസ്നേഹത്തിൽ നാം ഒത്തു വളർന്നിടുമ്പോൾ ലോകരേശുവേ അറിയും. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ. സഭയേകമായി ഒരു ദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ. യോഗം അച്ഛന്റെ പ്രസംഗവും കാപ്പിയോടും കൂടെ അവസാനിച്ചിരിക്കുന്നു.